ഫസ്റ്റ് തിങ്, ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഡിസ്ക്ലെയിമർ എന്നും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇതിലൊരിക്കലും ഞാനൊരാളുടെയോ ഒരു കസ്റ്റമറിൻ്റെയോ ഫോട്ടോസ് വീഡിയോസ് നത്തിങ് വിൽ ബി അപ്ഡേറ്റഡ് ഹിയർ ആസ് പെർ മൈ ഓൺ പോളിസീസ്. കാരണം ഇതെൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊന്നുമല്ല. സോ ഐ കാൺട്ട് ജസ്റ്റ് ഷോ ഓഫ് സംബഡീസ് ഫേസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ പാഷൻ. പോയിട്ട് വരാം. ഓക്കെ, ഹായ് എവരി വൺ, വെൽക്കം ടു ഗോസ്പ്ലേ. അങ്ങനെ നമ്മുടെ മൈക്കും മീഡിയ മോഡ് എല്ലാം എടുത്തു കഴിഞ്ഞു ഫൈനലി. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് GoPro സെറ്റപ്പ് ഇസ് ഓക്കെ ആൻഡ് ഫൈൻ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്വിഗ്ഗി വ്ളോഗായിട്ടാണ്. സോ ദിസ് ഇസ് സ്വിഗ്ഗി വ്ളോഗ്, ഐ ഡോണ്ട് നോ, ഡേ 5 or 6. അപ്പം നമ്മൾ നേരെ പോകുന്നു, 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു ആൻഡ് ഇതൊക്കെ തന്നെ. HP അല്ല, ഭാരതമുള്ള ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട്. സോ അവിടെ നിന്ന് അങ്ങ് അടിച്ചിട്ട് പോകാം. മെയിൻലി ഞാനെപ്പം പോകുമ്പോഴും അടിക്കാറ് 4000 ചെറുപ്പം 4000 ഉണ്ട്. പക്ഷേ ഇവിടെ ഭാരത് പെട്രോളിയത്തിന് അടിക്കാനുള്ള കാരണം ഇനി പോകുന്ന വഴി വേറെ വഴിക്കൊക്കെ പോയി വീണ്ടും ഇങ്ങോട്ട് 2000 ആലോചിച്ചിട്ട് ചെയ്യാത്താണ്. 100. ഓക്കെ, നമ്മൾ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്തിരങ്കാവെന്നാണ്. ഇതിൽ പോകുമ്പോൾ നമുക്ക് 13 കിലോമീറ്റർ ഇട്ടേ ഉള്ളൂ. ടൗൺ വഴി പോകുകയാണെങ്കിൽ നമുക്ക് 16 കിലോമീറ്റർ മൊത്തം പോകാം. തിരക്കുള്ള ദിവസമാണ്, കാരണം ഒന്നാമത് ഹോളിഡേ ആണ്. അവരുടെ നാട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഹോളിഡേ 3 ദിവസമല്ലേ ഉള്ളൂ. സോ കുറേ പേർ റിട്ടേൺ അടിക്കുന്നുണ്ടോ. ഓൺ ഡ്യൂട്ടി എടുക്കുക, ഓൺ ഡ്രൈവിങ് ഓൺ ഡ്യൂട്ടി എടുക്കുകയാണ്. ഐ ഡോണ്ട് റെക്കമെൻഡ് എനി വൺ ടു ഡു ദിസ്. ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചാണ് എല്ലാം. ടൈം അത്ര നല്ല ടൈമല്ല, ഇപ്പോൾ ഓർഡർ ചെയ്യുന്നൊരു ടൈമല്ല. ക്യാമറ ഒന്ന് ബഗ് ആയതാണ്. സോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. 5.4 കിലോമീറ്റർ നമ്മുടെ മിംസിൻ്റെ അടുത്താണ് ഓർഡർ വന്നിരിക്കുന്നത്. ലൈവ് അൽഫാം എന്ന് പറഞ്ഞ ഹോട്ടലിനാണ്. സോ വി ഹാവ് ടു ബി എ ബിറ്റ് ഹറീഡ് അപ്പ് ബിക്കോസ് ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കട്ട് റോഡ് കൂടിയാണ് വരുന്നത്. സീരിയസ്ലി ഞാൻ വന്ന വഴി അത്ര അടിപൊളിയൊന്നല്ല, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിലും നല്ല വഴി എനിക്ക് അറിയായിരുന്നു, ബട്ട് സ്റ്റിൽ ഞാൻ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചെടുത്തു. ലൈവ് അൽഫാം, അത് എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടുണ്ട് ഇതിന് മുമ്പ്. ലൈവ് അൽഫാം ഇതാണ്. സോ ഫ്രഷ് ലൈം 4 എണ്ണം, ഹണി ചിക്കൻ അൽഫാം 1 എണ്ണം, ഷവർമ ചിക്കൻ 2 എണ്ണം. ഓക്കെ, 7390. 4 ലൈമ്. ഓക്കെ, ലൈമും കൂടെ ആയാൽ നമ്മളെ പരിപാടി ലൈമായി. ചിക്കനാണ് 862. അതൊന്നുകൂടി. ഇതാണ് ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും വൃത്തിയുടെ സ്വഭാവം. കാരണം നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ സാറ്റലൈറ്റ് വ്യൂ ഓണാക്കണം. സാറ്റലൈറ്റ് വ്യൂ ഓണാക്കിയാൽ ചാർജ് പെട്ടെന്ന് തീരും. അപ്പം രാവിലെ മുതൽ രാത്രി വരെ, അല്ലെങ്കിൽ ഉച്ച മുതൽ രാത്രി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എഫിഷ്യൻ്റ് ആയിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഈ 2 ആപ്പും കൂടി നല്ല രീതിക്ക് ബാറ്ററി ഡ്രെയിൻ ചെയ്യും. സോ ഇത് ഏകദേശം 7.5 കിലോമീറ്റേഴ്സ് നമുക്ക് എൻ്റെ പൊന്നാളിയാ. ഇത് മാപ്പ് നോക്കി ഓട്ടുകയായിരുന്നു. ഏറ്റവും ഞാൻ നോക്കിയില്ലെങ്കിൽ കഴിഞ്ഞ്. CVR ചിക്കൻ സ്റ്റാൾ. ഓക്കെ, CVR ചിക്കൻ സ്റ്റാളിൻ്റെ റൈറ്റ് സൈഡ് 3rd ഹൗസ് 1. അവിടെ ഒരു കാറും കൂടി ഉണ്ട്, അല്ല ഒരു ലൈമും കൂടി. ഞാൻ എൻ്റെ വഴി ചെയ്യുന്ന. താങ്ക് യു. ഓക്കെ, റിട്ടേൺ ക്യാഷ് കിട്ടി. 7 കിലോമീറ്റർ ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ പോകണം. അതിനാണ് അവർ 14 രൂപ തന്നത്. ടോട്ടൽ വർത്ത് 74 rupees ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ഗുഡ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 53 രൂപയുടെ ഓർഡറാണ്. 7.6 കിലോമീറ്റേഴ്സ്, 15 രൂപ സർജാണ്. സോ നമുക്ക് 5 കിലോമീറ്റർ വേണ്ട ഹോട്ടലിലേക്ക് തന്നെ. ആൻഡ് അവിടുന്ന് ബാക്കി അങ്ങോട്ട് മൊത്തം ഇത് ബിലോ 2 ആയിരിക്കാം. എനിക്കത് സ്വിഗ്ഗിയിൽ ആരും ഇല്ല തോന്നുന്നു. അതാണ് എനിക്ക് ലോങ് ഓർഡേഴ്സ് നല്ല രീതിയിൽ കിട്ടുന്നത്.
ബവേറിയൻ റെസിഡൻസീസിലെ ഹോട്ടലാണ്. സോ 025 ഇതിനിടെ മറന്നുപോയായിരുന്നു. കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ എന്നൊരു ഓർഡർ കൂടി അടിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് പോയി എടുക്കാം. മൾട്ടി ഓർഡറാണ്, അപ്പം 10 രൂപ എക്സ്ട്രാ കിട്ടും. കാരണം ബേസിക്കലി ഞാൻ ഇത് എടുക്കാനുള്ള കാരണം സോ ആദ്യത്തത് 2.19 കിലോമീറ്റേഴ്സ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഇത് മാവൂർ സൈഡിലേക്കാണ് പോകുന്നത്, മാവൂർ റോഡ് സൈഡിലേക്ക്. സോ അതാദ്യം കൊടുക്കാം, എന്നിട്ട് നേരെ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്ന് എടുത്ത ഓർഡർ ഉണ്ട്, അതും കൊടുക്കണം. അപ്പോൾ 2 സ്ഥലത്തുള്ള ഓർഡറാണ്. പൂജ ഹോളിഡേയ്സ് അല്ലേ, അതിൻ്റെ സെർച്ച് ആയിരിക്കണം. ഇന്ന് പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ പല എംപ്ലോയീസും ഇല്ല, കൂടുതൽ എംപ്ലോയീസും ലീവിലായിരിക്കും. പിന്നെ ഈ പാർട്ട് ടൈമിൽ ഒന്നും കിട്ടാത്ത എൻ്റെ ആൾക്കാരൊന്ന് ഇതൊന്ന് ലാഭം ഉണ്ടാക്കുന്നു, ഇത്ര. സോ നമ്മൾ എത്താനായിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ഓർഡറാണ്. ആളെ എന്തോ കൊല്ലാൻ വരുന്ന എല്ലാവരും കൂടി ആണ് തോന്നുന്നു. അടുത്ത ഓർഡർ ഡെൻ്റൽ കോളേജ് വോയിസൊക്കെ ഇട്ടുണ്ട്. പോയേക്കാം. 4.6 kilometers. Wow. ഇത് സ്ഥലം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. ഡെൻ്റൽ കോളേജിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സോ ഇവിടുത്തെ ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. നൈറ്റൊന്നും ഇത് ഓപ്പൺ അല്ല, നൈറ്റ് ചുറ്റിക്കറങ്ങി കയറേണ്ടി വരും. നമ്മൾ ഡെൻ്റൽ കോളേജിൻ്റെ ഇൻ ആൻഡ് ഔട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് നമ്മുടെ സോണിലേക്ക് റിട്ടേൺ അടിക്കാം. നെവർ മൈൻഡ്. ഓക്കെ, ന്യൂ സാന റെസ്റ്റോറൻറ്റ് സ്പൈസി ബിരിയാണി ഹട്ട്. അമ്മേ, ആദ്യം ന്യൂ സാന റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഓൾറെഡി ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് 500 മീറ്റേഴ്സേ ഉള്ളൂ. ഫൈനലി നിങ്ങൾക്ക് ഒരു റൈഡ് മൊത്തം കാണാം. സോ ഗേറ്റ് അടച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലമ്പ. ലേറ്റ് നൈറ്റൊക്കെ ആകുമ്പം സ്ഥിരം ഗേറ്റ് അടയ്ക്കുന്നതാണ് ഇവിടെ. സോ പെട്ടെന്ന് എത്താം, പെട്ടെന്ന് എടുക്കാം. അതിനിടെ PC കേടായതുകൊണ്ടാണ് കുറേ കാലമായിട്ട് വീഡിയോസൊന്നും വരാണ്ടെന്ന്. കാരണം ഒന്നാമത് മീഡിയം മോഡ് വന്നതുകൊണ്ട് തന്നെ റെക്കോർഡിങ് കുറേ ഈസിയായി. അത് കുഴപ്പമില്ല. 3:35-48 സ്പൈസി ബിരിയാണി ഹട്ട് എവിടെയാണ് ഓപ്പൺ? അതിന് പോയില്ല കേട്ടോ. സ്പൈസി ബിരിയാണി ഹട്ട് ഓക്കെയാണ്. ഗിയർ വീഴാത്ത നല്ല പ്രശ്നം വണ്ടി കാണിക്കുന്നുണ്ട്, എന്താ അറിയില്ല. ഓക്കെ, സ്പൈസി ബിരിയാണി ഹട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, സ്പോഞ്ച് പോയി കിട്ടി. 41, 45, 22. ഓക്കെ, പോസിറ്റ് ഭവൻസ് പറഞ്ഞാൽ സ്വിഗ്ഗി ഇട്ട് വട്ടം കറക്കുക. ബ്രോ, ഈ ഹോട്ടലിലൊക്കെ ആരെയും ഓർഡർ ചെയ്യുമോ? ഞാൻ എടുത്ത ഹോട്ടലിലൊന്നും പോയില്ല. എന്നാൽ മെഡിക്കൽ കോളേജിലെ വെള്ളം എനിക്ക് വിശ്വാസമില്ല. ഇനി എന്തായാലും 1.2 കിലോമീറ്റേഴ്സ് ഉള്ളൂ, പോയി നോക്കി നോക്കാം. ഇത് വളരെ ചെറിയ ചെറിയ ഓർഡേഴ്സാണ്. മൾട്ടി ഓർഡർ അടിക്കുന്നതുകൊണ്ട് 10 രൂപ എക്സ്ട്രാ കിട്ടും, പ്ലസ് സർജ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത ലൊക്കേഷൻ ഇവർ തരുന്ന ഈ കവറൊക്കെ ഉണ്ടല്ലോ, പട്ടി ഷോ തുടുമ്പത്തേക്ക് കയറി പോകുന്നു. സോ ഇത് 1.6 കിലോമീറ്റേഴ്സേ ഉള്ളൂ. മൾട്ടി ഓർഡേഴ്സ് കിട്ടിയാൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ലാഭമാണ്, ചിലപ്പോൾ നഷ്ടം. ഇതൊക്കെ ലാഭമാണ്. ഓക്കെ, അപ്പം നമ്മൾ സ്ഥലത്താനായിട്ടുണ്ട്. എവിടെയാ? അതും കഴിഞ്ഞു. ഫ്രൂട്ട് ബേയിലേക്കാം. ഇതാണ്ട് രക്ഷപ്പെട്ട്. എക്സ്പൾസ് ആയിരുന്നെങ്കിൽ പെട്ടാണ് സത്യം പറയാം. അത് വെയിറ്റ് ബാലൻസ് ചെയ്യണം, എല്ലാം നോക്കണം. ഈ വണ്ടിയാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല.
അങ്ങ് എടുക്കുക ഓട്ട്, എവിടെ വേണം തിരിക്കാം, മറയ്ക്കാം, മറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം. ഒരു സൈക്കിൾ പോലെയാണ് ഇപ്പോൾ സത്യം പറയുക ഈ വണ്ടി. എനിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ റെയിൻ കോട്ട് ഇസ് മസ്റ്റ്. സോ ക്യാമറ ഊരേണ്ടി വരും. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നേരെ ഇനി പിക്കപ്പ് ലൊക്കേഷനിലേക്ക്. ഐ തിങ്ക് സോ നൗ ഇറ്റ്സ് റെഡി ആൻഡ് ലെറ്റ്സ് ക്ലോക്ക്. ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് സോ ഇത് വുഡ് ബേ ആണെന്ന് തോന്നുന്നു. രണ്ട് ഓർഡർ പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട് ബേ തന്നെ. അവിടെ തന്നെ രണ്ടാമത്തെ ഓർഡർ അടിച്ചു. ഞാനത് എടുക്കാൻ പോകുമ്പോൾ തന്നെ. സോ $20 എക്സ്ട്രാ വിത്ത് സർജ് എല്ലാം കൂടിയും നല്ലൊരു എമൗണ്ട് കിട്ടേണ്ടതാണ്. 2 കിലോമീറ്റേഴ്സ് മൊത്തം ഓടിയിട്ടുണ്ട് നമ്മൾ. മിറർ പുതിയതാണ്. സോ മറ്റേത് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല, അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഇപ്പം ഒരു ശീലമായാലും. ആകെ 2-3 കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെവിടേക്ക് ചുമ്മാ കറക്കി ഇങ്ങനെ കൊണ്ടുവന്നാണ്. ശരിക്കും അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാനുള്ള വഴി ഇവർ കാണിക്കുന്നതിന് പകരം ഒരു വേറെ ഏതോ റൂട്ട് കാണിച്ചെന്നെ. ഞാനൊരു ഇതോ ഇവിടെ സെക്യൂരിറ്റി ഇല്ലേ ചേച്ചി, എന്ത് കഴിഞ്ഞ് ഓഫ് എടുക്കാം. ബെസ്റ്റ്. ഇപ്പത്തെ സൈഡിൽ കൊണ്ടുവരുന്നെങ്കിൽ 50-40 പിക്കപ്പ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് എന്തോ ഒരു വെജിറ്റബിൾ എന്തോ ആണ്. ഭയങ്കര വലിയ പേര്. ജമ്മു നേരെ റിട്ടേൺ വീട്ടിൽ പോയാലോ? അത്യാവശ്യം പൈസ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പ്രസൻറ്റിൻ്റെ ഉള്ളിലാണ്. സോ പ്രസൻറ്റ് ചോദിച്ചേക്കാം. ഇത് കൊടുക്കണം. ആൻഡ് അതിനുശേഷം ഓഫ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. നൗ ഇറ്റ്സ് ടൈം ടു റിട്ടേൺ. ഒരു ചായ എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നു. ഇപ്പം ഇവിടെ നിർത്തിയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ വണ്ടി സൈഡാക്കാം. കുറച്ച് ചാർജ് ചെയ്ത് നല്ല പോവാം. അപ്പം സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ പോയില്ല പണിക്ക്. കാരണം പവർ ബാങ്ക് പണിയുന്നു. പവർ ബാങ്ക് 2 കേബിൾസിനും വെള്ളം കയറി. സോ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഗോപ്രോ ചാർജ് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ പരിപാടി ഒന്നും നടക്കില്ല. അപ്പം നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. $500 ആകെ കിട്ടിയുള്ളൂ. $100 പെട്രോളും പോയി. വേറെ നഷ്ടങ്ങളൊന്നും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.